എമ്പുരാൻ ഒരുപാട് നിരൂപണങ്ങൾ കണ്ടു. കുരുടന്മാർ ആനയെ വിവരിക്കുന്ന പോലെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഞാനും വിവരിക്കണമല്ലോ. പുസ്തകം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 999 വർഷത്തെ കരാർ, അഴിമതിയുടെ, അപമാനത്തിൻ്റെ, വഞ്ചനയുടെ, ആ കരാറിൻ്റെ ബലത്തിൽ നിലനിൽക്കുന്ന ഒരു അണക്കെട്ടിനെ കുറിച്ച് എമ്പുരാൻ സിനിമയിൽ പറയുന്നുണ്ട്. ആര് ധൈര്യപ്പെട്ടു നാളിതുവരെ? ഏത് സിനിമാക്കാരൻ ധൈര്യപ്പെട്ടു ഈ ഒരു വിഷയത്തെ, അതിൻ്റെ സത്യത്തെ ലോകത്തിനു മുമ്പ് പ്രസ്താവിക്കാൻ ഏത് സിനിമക്കാരനാണ് നാളിതുവരെ തയ്യാറായിട്ടുള്ളത്? ഡാമിൻ്റെ തകർച്ച പ്രവചിച്ച ഒരുപാട് ശാസ്ത്രീയ അന്വേഷണ ഏജൻസികളുണ്ട്. ഇപ്പോൾ ഡാമിൻ്റെ തകർച്ച എന്നുള്ളത് സുനിശ്ചിതമാണ്. ഡാം തകർന്നാൽ 4.5 കോടി ജനങ്ങളുടെ വിഷയമാണ്. കേരളത്തിലെ 4.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഒരു വിഷയമാണ്. തകർന്നാൽ ആരാണ് വിജയിക്കുന്നത്? ചെകുത്താനല്ലേ, ലൂസിഫറല്ലേ വിജയിക്കുന്നത്? ചിത്രത്തിലെ ഒരു രംഗമാണ് പള്ളിയുടെ കുരിശ് തലകീഴായിട്ട് വന്ന് എൽ ഷേപ്പിൽ വീണ് ലൂസിഫർ. ഇത് പൃഥ്വിരാജ്, മോഹൻലാൽ, ശ്രീ ഗോകുലം ഗോപാലൻ സിനിമയുടെ കാഴ്ച മാത്രമാണോ? 1924 നാം ഈ കാഴ്ച കണ്ടതാണ്. 1924 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിലുടനീളം കോഴിക്കോട് വരെ കുരിശുകൾ തലകീഴായി നിലം പതിച്ചിട്ടുള്ളതാണ്. ആ വെള്ളപ്പൊക്കത്തിൽ നശിച്ചത് കേരളമാണ്, പള്ളികളാണ്, വിശ്വാസികളാണ്, നാനാജാതി മതസ്ഥരുടെ അമ്പലങ്ങളും പള്ളികളും മറ്റു ദേവാലയങ്ങളുമാണ്. ആര് ജയിച്ചു? ലൂസിഫർ ജയിച്ചു. ലൂസിഫറിനെ ഇനിയും നമ്മൾ ജയിക്കാൻ വിടണോ? 1924 കഥയല്ല ഇവിടെ ഇപ്പോൾ ഉള്ളത്. നാട് വികസിച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും വന്നു. 1924 കൂടുതൽ ജനസംഖ്യയും വന്നു. നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി വികസിച്ചു. ഇനി ഇവിടെ ലൂസിഫറിനെ വിജയിക്കാൻ വിടണോ? ഇവിടുത്തെ ദേവാലയങ്ങൾ ഒരു വെള്ളപ്പൊക്കത്തിൽ, ഒരു മലവെള്ള പാച്ചിലിൽ തകരാൻ വിടണോ? ഈ സിനിമയുടെ ശക്തമായ പ്രമേയം അതാണ്. അതാരും കണ്ടിട്ടില്ല. ഡാമിൻ്റെ തകർച്ച 4 കോടിയിലധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ വിഷയമാണ്. ഇന്ത്യയിലെ പൗരന്മാരുടെ വിഷയമാണ്. അതിൽ തമിഴനെന്നോ മലയാളിയോ ഒന്നൊന്നുമില്ല. ഇത് ലോകത്തിൻ്റെ വിഷയമാണ്. ഇതിൻ്റെ കൂടെ വേറൊരു കാഴ്ചയും ഞാൻ കണ്ടു. ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ മോഹൻലാൽ, ശ്രീ പൃഥ്വിരാജ് ഇവരുടെ ചിത്രങ്ങൾ റോഡിലിട്ട് ചവിട്ടുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അൻവർ ബാലസിംഗത്തിൻ്റെ നേതൃത്വത്തിൽ തേനിയിൽ വെച്ച് നടന്ന സംഭവമാണ്. ഈ ചവിട്ട് മോഹൻലാലിനും ഏൽക്കുന്ന ചവിട്ടാണോ? ഈ ചവിട്ട് പൃഥ്വിരാജിന് ഏൽക്കുന്ന ചവിട്ടാണോ? അല്ലെങ്കിൽ ഗോകുലം ഗോപാലിന് ഏൽക്കുന്ന ചവിട്ടാണോ? ഇത് കേരളത്തിലെ 4 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ നെഞ്ചത്ത് വീണ അശനിപാതമാണ് ഈ ചവിട്ടൽ. ഇതൊന്നും നിങ്ങൾ സിനിമയിൽ കണ്ടില്ല അല്ലേ?
ഈ പ്രമേയത്തെ പ്രോജ്വലിപ്പിച്ചതും ഈ പ്രമേയത്തെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, ഈ ഇന്ത്യയുടെ പ്രശ്നമായിട്ട്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് സദേൺ നേവൽ കമാൻഡും നേവൽ ആർമമെന്റ് ഡിപ്പോയും ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഈ നാടിനെ ബാധിക്കുന്ന, ദേശസുരക്ഷയെ ബാധിക്കുന്ന, നമ്മുടെ മുഴുവൻ ദേശാഭിമാനികളെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ തകർച്ച എന്ന് പറയും. അത് ഈ സിനിമയിൽ പ്രോജ്വലിപ്പിച്ചത് വലിയ പ്രമേയമായിട്ട് കൊണ്ടുവന്നത് ആരും കണ്ടില്ലേ? എന്നിട്ടിപ്പോൾ സിനിമ കാണണ്ട പോലും. ഏതായാലും ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ മോഹൻലാൽ, ശ്രീ പൃഥ്വിരാജ്, ഇവർക്ക് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ സിനിമയിൽ അപ്രധാനങ്ങളായ പല കാര്യങ്ങളും പിന്നീട് വന്നിട്ടുണ്ടാകും. അത് BJPയുടെ ശ്രീ MT രമേശ് പറഞ്ഞതുപോലെ അത് കലയായിട്ടെടുത്താൽ മതി, അതൊരു നിരൂപണമായിട്ടെടുത്താൽ മതി. ആവശ്യക്കാർക്ക് അതിന് കൗണ്ടർ പറയാം, എതിർവാദങ്ങൾ പറയാം, അത് ചർച്ചയാവട്ടെ. പക്ഷേ ഈ സിനിമയുടെ കാതലായ ഒരു വിഷയം ഇതാണ്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയമാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. ഏതായാലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായ ശ്രീ പൃഥ്വിരാജിനും ശ്രീ മോഹൻലാലിനും ശ്രീ ഗോകുലം ഗോപാലനും മറ്റു അണിയറ പ്രവർത്തകർക്കും, ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള മറ്റ് അണിയറ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ശ്രീ പൃഥ്വിരാജാണ് ഇതിനു മുമ്പും മുല്ലപ്പെരിയാർ വിഷയത്തിൽ എൻ്റെ ഈ മിഷൻ്റെ കൂടെ നിന്ന് സംസാരിച്ചിട്ടുള്ളത് ശ്രീ പൃഥ്വിരാജാണ് എന്നുള്ളത് കൃതജ്ഞതയോടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. My opinions are limited to the scenes which described dam collapse in this movie. To that extent, I am ready to fight any legal fight along with the crew behind this movie in any court of law in India. Thank you.